Dear students, in the linear equation എന്ന ചാപ്റ്ററിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 2-digit number is obtained by either multiplying the sum of digits by 8 and then subtracting 5 or by multiplying the difference of digits by 16 and adding 3. Find the number. അപ്പോൾ ഇവിടെ 2-digit number ആണ് നമ്മൾ എടുക്കുന്നത്. Let the digits of number 2 digits നമ്പറിലെ ഡിജിറ്റ്സ് എക്സ് ആൻഡ് വൈ എന്നെടുത്തു. എക്സ് ആൻഡ് വൈ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ നമ്പർ എന്തായിരിക്കും? അതായത് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 10x + y ആയിരിക്കും നമ്മുടെ 2-digit നമ്പർ. അപ്പോൾ 10x + y ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? മൾട്ടിപ്ലൈയിങ് ദ സം ഓഫ് ഡിജിറ്റ്സ് ബൈ 8. സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? x + y. അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് സബ്ട്രാക്റ്റിംഗ് 5. അപ്പോൾ നമുക്ക് 2-digit നമ്പർ കിട്ടും. ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഇതിന് ഷോർട്ട് ആക്കുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. 8x + 8y - 5 - 10x - y = 0. അപ്പോൾ ഇവിടെ -2x + 7y - 5 = 0. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ 2x - 7y -5 എന്നുള്ള +5 = 0. അപ്പോൾ 2x - 7y = -5. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് ദ ഡിഫറൻസ് ഓഫ് ഡിജിറ്റ്സ് എന്താണ്? x - y. അതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആഡിങ് 3. അപ്പോൾ നമ്മുടെ 2-digit നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ഓഫ് ഡിജിറ്റ്സിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 16x - 16y + 3 - 10x - y = 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 16x - 10x എന്ന് പറയുന്നത് 6x. ഇവിടെ -16y -y -17y +3 ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ -3. ഇത് ഇക്വേഷൻ 2. ഇനി ഈ രണ്ട് ഇക്വേഷൻ ഏതെങ്കിലും ഒരു മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ വെച്ചിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എലിമിനേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ 1 ഇൻറ്റു എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായി? 6x - 21y = അവിടെ -15 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എടുത്തിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ 6x - 21y = -15 എന്ന് ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. 6x - 17y = -3. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 3 - 4 ചെയ്യുമ്പോൾ 6x ക്യാൻസലായി. ഇവിടെ -21 + 17y. അപ്പോൾ എന്തായി? -4y = ഇവിടെ 15 + 3 അവിടെ 12 -12. അപ്പോൾ y = -12/-4 = 3 എന്ന് കിട്ടി. നമുക്ക് y 3 കിട്ടിക്കഴിഞ്ഞാൽ x കിട്ടണം. x കിട്ടാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 ആണ് നമ്മുടെ ചെറിയ ഇക്വേഷൻ. ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2x - 7y = -5 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ 2x - 7 × yയുടെ പ്ലേസിൽ 3 = -5. അപ്പോൾ 2x = -5 + 21 ഇവിടെ നമുക്ക് എത്രയാണ് വരുന്നത്? 16. അപ്പോൾ x = 16/2 8. അപ്പോൾ നമ്മുടെ therefore നമ്പർ 2-digit നമ്പർ എന്തായിരിക്കും? xy ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 83 ആണ് വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 10x + y ആണ്. അപ്പോൾ 10 × 8 + 3 അങ്ങനെ ചെയ്താൽ നമുക്ക് 83 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്പർ ലാസ്റ്റ് എടുത്തെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് ട്വൈസ് ദ സം ഓഫ് ദ ഏജസ് ഓഫ് ഹിസ് 2 children. After 20 years, his age will be equal to sum of ages of his children. Find the age of the father. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ
അതായത് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് ട്വൈസ് ദ സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ് ദ സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ ബി, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, രണ്ടുപേരുടെ വയസ്സ്. അതായത് സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ ബി എക്സ് ആൻഡ് ഏജ് ഓഫ് ഫാദർ ബി വൈ. അപ്പം ഫാദറിന്റെ വയസ്സ് വൈ ആയിട്ടും എടുത്ത് രണ്ട് കുട്ടികളുടെ വയസ്സിന്റെ സമ്മാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ എന്താണ് വൈ. പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് ട്വൈസ് ദ സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ. അപ്പോൾ y ഈക്വൽ ടു 2x എന്ന് കിട്ടും. കാരണം എക്സ് എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ വയസ്സിന്റെ സമ്മാണ്. അപ്പോൾ അതിന്റെ ട്വൈസ് ആണ് ഫാദറിന്റെ പ്രസന്റ് ഏജ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, y ഈക്വൽ ടു 2x. സെക്കൻഡ് കണ്ടീഷൻ, ആഫ്റ്റർ 20 years ഹിസ് ഏജ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഏജസ് ഓഫ് ഹിസ് ചിൽഡ്രൻ. അതായത് ആഫ്റ്റർ 20 years y എക്സിന് ഈക്വൽ ആവും. ആഫ്റ്റർ 20 years ആണ്. അപ്പോൾ 20 years പ്രസന്റ് ഏജ് ആണ് y എന്നുള്ളത്. അപ്പോൾ 20 years കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എന്താവും, y പ്ലസ് 20. അപ്പോൾ അതുപോലെ സം ഓഫ് ഏജസ് ഓഫ് 2 ചിൽഡ്രൻ്റെതാണ് എക്സ്. അപ്പോൾ രണ്ടുപേരുടെ വയസ്സിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യണം, 20 ആഡ് ചെയ്യണം. എക്സ് രണ്ടുപേരുടെ വയസ്സും കൂടി കൂട്ടിയിട്ടുള്ള സമ്മാണ് എക്സ് എന്ന് പറയുന്നത്, രണ്ട് കുട്ടികളുടെ. അപ്പോൾ അവരെ വയസ്സിന് 20 years, രണ്ട് കുട്ടികളതാവുമ്പോൾ 20 + 20, അതായത് y + 20 ഈക്വൽ ടു എക്സ് + 14 വരും. അവിടെ നമുക്ക് എക്സ് മൈനസ് വൈ ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എക്സ് മൈനസ് വൈ ഈക്വൽ ടു -20. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. ഇനി ഈ രണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. വൈയുടെ പ്ലേസിൽ 2x, y ഈക്വൽ ടു 2x സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈയുടെ പ്ലേസിൽ 2x ഈക്വൽ ടു -20. അപ്പോൾ അവിടെ -x is equal to -20, x is equal to 20. രണ്ട് കുട്ടികളുടെ വയസ്സിൻ്റെ സം എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്, y ഈക്വൽ ടു 2 × x ആണ്. 2 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ഏജ് ഓഫ് ഫാദർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്ത 40. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏജ് ഓഫ് ഫാദർ 40 എന്ന് കിട്ടി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കുട്ടികളുടെ സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ ആണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പറയും ആഫ്റ്റർ 20 years ഏജ് ഓഫ് ഫാദർ ഈക്വൽ ടു സം ഓഫ് ഏജസ് ഓഫ് ഹിസ് ചിൽഡ്രൻ. സം ഓഫ് ഏജസ് ഓഫ് ഹിസ് ചിൽഡ്രൻ എക്സ് ആണ്, പക്ഷേ രണ്ട് കുട്ടികളുള്ളതുകൊണ്ട് 20 + 20 എന്നുള്ളത് എടുക്കാൻ ഓർമ്മിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ. 2 × 3x - y ഈക്വൽ ടു 5xy. 2 × x + 3y ഈക്വൽ ടു 5xy. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 6x - 2y ഈക്വൽ ടു 5xy. അപ്പോൾ xy കൊണ്ട് ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി, 6x/xy - 2y/xy ഈക്വൽ ടു 5x/xy. അപ്പോൾ ഇവിടെ നമുക്ക് 6/y - 2/x ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ 2x + 6y ഈക്വൽ ടു 5xy. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, xy കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2/y + 6/x ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ 2/y + 6/x ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനായി. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ എക്സും വൈയും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലെറ്റ് 1/x is equal to p and 1/y equal to q എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ 6/y ആണുള്ളത്, 1/y ആണ് q ആയിട്ടുള്ളത്. അപ്പോൾ q - 2 6q - 2p ഈക്വൽ ടു 5. ഈ ഇക്വേഷൻ എങ്ങനെയാണ് ആവുന്നത്, 2q + 6p ഈക്വൽ ടു 5. വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. 6p + 2q ഈക്വൽ ടു 5. ഇവിടെ -2p + 6q ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ
നമുക്കിപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. വേണമെങ്കിൽ ഇവിടെ നമുക്ക് എലിമിനേഷനിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു എന്ത് ചെയ്യുക 3 ചെയ്യാം. 3 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നു സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3. അപ്പോൾ ഇവിടെ എന്തായി 6q പ്ലസ് 18p ഈക്വൽ ടു 15. ഇത് അതേപോലെ എഴുതുക 6q മൈനസ് 2p ഈക്വൽ ടു 5. 3 4 3 മൈനസ് 4 ഇക്വേഷൻ 3 മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്ക് q ക്യാൻസലായി. ഇവിടെ 18p മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 ആയി. അപ്പോൾ 20p ഈക്വൽ ടു 10, p ഈക്വൽ ടു 10/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. p 1/2 കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 എന്താണ് 6q മൈനസ് 2 ഇൻറ്റു 1/2 ഈക്വൽ ടു 5. അവിടെ ക്യാൻസലായി. 6q മൈനസ് 1 ഈക്വൽ ടു 5. 6q ഈക്വൽ ടു 5 പ്ലസ് 1. അപ്പോൾ q ഈക്വൽ ടു 6/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. q 1ഉം p 1/2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു p ആണ്. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു 1/2, x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ 1/y ഈക്വൽ ടു q. അപ്പോൾ 1/y ഈക്വൽ ടു 1 ആണ്. അപ്പോൾ y ഈക്വൽ ടു 1. അപ്പോൾ x ഇസ് ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു 1ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇക്വേഷൻ ഫോർ x ആൻഡ് y. a²/x പ്ലസ് b²/y ഈക്വൽ ടു 0. a²b/x പ്ലസ് b²a/y ഈക്വൽ ടു a പ്ലസ് b. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിലാണ് എക്സും വൈയും ഉള്ളത്. 1/x ഇസ് ഈക്വൽ ടു p, 1/y ഈക്വൽ ടു q എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ a²/x എന്നുള്ളത് എന്ത് വരും? a²p മൈനസ് b²q ഈക്വൽ ടു 0. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ a²b ഇൻറ്റു p പ്ലസ് b²a ഇൻറ്റു q ഈക്വൽ ടു a പ്ലസ് b. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപോലെ ഇല്ല. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സെക്കൻഡ് b²q ഉണ്ട്, ഇവിടെ b²a ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു എ. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a³ p മൈനസ് b²a q ഈക്വൽ ടു 0. ഇത് അതേപോലെ ഇത് a²bp പ്ലസ് b²a q ഈക്വൽ ടു a പ്ലസ് b. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നോക്കി ഇത് രണ്ടും ഒരേപോലെയാണ്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 3ഉം 4ഉം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ അത് എലിമിനേറ്റ് ആയി പോകും. 1 പ്ലസും 1 മൈനസും ആണുള്ളത്. അപ്പോൾ ഏഡാണ് നമ്മൾ ചെയ്യുന്നത്. a³ p പ്ലസ് a²bp ഈക്വൽ ടു a പ്ലസ് b ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ നമുക്ക് p ആണ് കണ്ടുപിടിക്കേണ്ടത്. p കാണാൻ വേണ്ടിയിട്ട് ഇവിടെ a² രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. a² നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ a²p കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? a പ്ലസ് ഇവിടെയാണെങ്കിൽ b ഈക്വൽ ടു a പ്ലസ് b. ഇവിടെ a²p ഈക്വൽ ടു a പ്ലസ് b ബൈ a പ്ലസ് b. അത് 1 ആയി. അപ്പോൾ p ഈക്വൽ ടു 1/a². p നമുക്ക് ഇവിടെ 1/a² എന്ന് കിട്ടി. p 1/a² എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് q കണ്ടുപിടിക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഫസ്റ്റ് ഇക്വേഷൻ. വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? a² p മൈനസ് b² q ഈക്വൽ ടു 0 ആണ്. അപ്പോൾ a² ഇൻറ്റു പിയുടെ വാല്യൂ 1/a² മൈനസ് b² q ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ a² ക്യാൻസലായി. 1 മൈനസ് b² q ഈക്വൽ ടു 0. അപ്പോൾ b² q ഈക്വൽ ടു 1, q ഈക്വൽ ടു 1/b². അപ്പോൾ q എന്നുള്ളത് നമുക്ക് 1/b² എന്നും കിട്ടി. p എന്ന് പറയുന്നത് 1/a² എന്ന് കിട്ടി. നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്?
1/x is equal to ആണ് p ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/x അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ലാസ്റ്റ് മറന്നു പോയത്. 1/x is equal to p. 1/x is equal to 1/a². അപ്പോൾ therefore x is equal to a². അതുപോലെ 1/y equal to q. അപ്പോൾ 1/y equal to 1/b². therefore y equal to b². അപ്പോൾ x is equal to a²ഉം y equal to b² കിട്ടി. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കാണലുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. പിന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.